ഹായ് ഹലോ നമ്മുടെ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഈ സമയം രാത്രി 11 മണി കഴിഞ്ഞു. എല്ലാവരും ഉറങ്ങി, ഞാൻ മാത്രം ഉറങ്ങിയില്ല. കാര്യം എന്താ, നാളെ നമ്മുടെ തക്കടുവിൻ്റെ ആനുവൽ ഡേ ആണ്. സ്കൂൾ ആനുവൽ ഡേക്ക് അവൾക്ക് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. സിംഗിൾ ഡാൻസും ഗ്രൂപ്പ് ഡാൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ പിന്നെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തന്നെയല്ലേ 8ൻ്റെ പണി കിട്ടുന്നത്. അപ്പോൾ സമാധാനമായിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ ടീച്ചേഴ്സ് റെൻറ്റിനാണ് എടുത്തത്. പിന്നെ ഓർണമെൻറ്റ്സ് നമുക്ക് മേടിക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ വർഷത്തെ എനിക്ക് ഇച്ചിരി സൂക്ഷിക്കൽ കൂടുതലായതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ഓർണമെൻറ്റ്സ് തന്നെ ഇത്തവണ മതിയെന്ന് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, നാശമാകാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ എടുത്തു. പിന്നെ ഹെയർ ബാൻഡും ഹെയർ ബോയും വേണം, അത് ഓറഞ്ച് കളറിൽ തന്നെ വേണമെന്ന് ടീച്ചർ പറഞ്ഞായിരുന്നു. ഈ ഓറഞ്ച് കളറും തപ്പി കുറേ കടകൾ കയറി ഇറങ്ങി അവസാനം എന്തായാലും കിട്ടി. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു ഭൈരവൻ്റെ സിംഗിൾ ഡാൻസാണ് അവൾ കളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡ് കളറിലെ തുണിയൊക്കെ വേണമായിരുന്നു. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. ഈ കുട്ടികൾ ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേരുമ്പോഴത്തേക്ക് അമ്മമാർക്കാണ് കൂടുതൽ ടെൻഷൻ വരുന്നത് അല്ലേ. പിന്നെ ഭൈരവൻ്റെ കയ്യെ കെട്ടാൻ എന്തെങ്കിലും വേണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇവിടെ ഗോൾഡൻ കളറിലെ പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ആ സമയത്ത് എങ്ങും പോയി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ പേപ്പർ കട്ട് ചെയ്ത് ഗമ്മൊക്കെ ഒട്ടിച്ച് അത് ശരിയാക്കി. പിന്നെ വടിയുണ്ടായിരുന്നു, വടിയിലും ഗോൾഡ് പേപ്പർ ചുറ്റി അതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തപ്പം ഭൈരവൻ്റെ ഡാൻസിനുള്ള കോസ്റ്റ്യൂംസ് എല്ലാം റെഡിയായി. പിന്നെ ഇനി ഇപ്പോഴത്തെ സമയം ഒരുപാടായിട്ടുണ്ട്. പിന്നെ ഈ നമ്മളെന്ന് വെച്ചാൽ അമ്മമാരാണ്. കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ സ്കൂളിലെ പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ അതിനുവേണ്ടി കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും എഫേർട്ട് എടുക്കുന്നതും അമ്മമാരായിരിക്കും അല്ലേ. അച്ഛന്മാർക്ക് പിന്നെ അങ്ങനെ വലിയ ടെൻഷനൊന്നും കാണത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രോഗ്രാംസിനുള്ള സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരിതൊക്കെ കഴിഞ്ഞ് ഇവർ ആ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പോവുകയാണ്. ടാറ്റാ ബൈ.